ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ചെറിയ റിക്കവറിക്ക് ശേഷം മാർക്കറ്റ് ഇന്ന് വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്നതാണ് കണ്ടത്. RBI റീപ്പോ റേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. RBIയുടെ റേറ്റ് പ്രഖ്യാപനം, ഗ്ലോബൽ ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്നിവ കൂടാതെ സൊമാറ്റോ, സെൻകോ വേൾഡ് എന്നിവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിഫ്റ്റി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 0.61% ഡൗൺ ആയിട്ടാണ് ഇന്നത്തെ ക്ലോസ് ചെയ്തത്. ഫിനാൻഷ്യൽ സർവീസസും നിഫ്റ്റി ബാങ്കും സിമിലർ ആയിരുന്നു ക്ലോസിങ്. ഫിനാൻഷ്യൽ സർവീസസ് 0.69% ഡൗൺ ആയിട്ടും നിഫ്റ്റി ബാങ്ക് 0.54% ഡൗൺ ആയിട്ടുമാണ് ക്ലോസ് ചെയ്തത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1083 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 1747 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് പിടിച്ചു നിന്ന ഒരേ ഒരു സെക്ടർ FMCG സെക്ടർ ആയിരുന്നു. റേറ്റ് കട്ടും ഇൻഫ്ലേഷൻ കുറയുന്നതും അതിനൊരു കാരണമായിരിക്കാം. മിഡ് ക്യാപ്പ് ഇൻഡെക്സും 0.5% ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് 0.9% ഡൗൺ ആയിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തത് RBIയുടെ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട തന്നെയാണ്. RBI 25 ബേസിസ് പോയിന്റ് റീപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 6%-ലായിട്ടുണ്ട്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അണ്ടറിലുള്ള തുടർച്ചയായ രണ്ടാമത്തെ റേറ്റ് കട്ടാണിത്. US റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്ന 26% താരിഫും ഈ ഒരു റേറ്റ് കട്ടിനെ സ്വാധീനിച്ചിരിക്കാം. ഇന്നത്തെ അനൗൺസ്മെന്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഫിസിക്കൽ ഇയറിൽ GDP ഫോർകാസ്റ്റ് 6.7% നിന്ന് 6.5% കുറച്ചിട്ടുണ്ട്. US താരിഫിന്റെ ഒരു ഇമ്പാക്റ്റ് കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കാം ഇത്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഇൻഫ്ലേഷൻ കുറക്കാനും ഏകദേശം 4% തന്നെ നിലനിർത്താനും പറ്റിയിട്ടുണ്ട്. USന്റെ താരിഫും അതിനെതിരെ പ്രഖ്യാപിച്ച താരിഫും കാരണം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ബിയർ മാർക്കറ്റ് ടെറിട്ടറിയിലേക്ക് പോവുകയാണ്. നാസ്ഡാക്ക് ബിയർ മാർക്കറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. NVIDIAയുടെ സ്റ്റോക്കൊക്കെ ടോപ്പിൽ നിന്ന് ഏകദേശം 37% ഡൗൺ ആയി കഴിഞ്ഞു. ജൂലൈ 24 ഹൈയിൽ നിന്ന് ഏകദേശം 20% കൂടുതൽ താഴെ പോയിട്ടുള്ള സൗത്ത് കൊറിയയുടെ കോസ്പി ഇൻഡെക്സും ഒഫീഷ്യലായിട്ട് ബിയർ മാർക്കറ്റിൽ എൻ്റർ ആയെന്ന് പറയാം. കാരണം നമ്മൾ സാധാരണയായിട്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ബിയർ മാർക്കറ്റ് എൻ്റർ ആയെന്ന് പറയാറുള്ളത്. സൗത്ത് കൊറിയക്കെതിരെയും 25% താരിഫാണ് US ഏർപ്പെടുത്തിയിരുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫാർമ ഇൻഡെക്സ് വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2%-ഓളം താഴെ പോയിട്ടുണ്ട് ഇന്ന് ഫാർമ ഇൻഡെക്സ്. ഫാർമ സെക്ടറിൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റാണ് ഇന്ന് വീണ്ടും ഉണ്ടായ ഒരു ഫാള്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തതാണ് കൂടുതൽ കാര്യങ്ങൾ. ഏതൊക്കെ ഫാർമ കമ്പനികളെ ഈ ഒരു ട്രംപിൻ്റെ താരിഫ് വന്നാൽ ബാധിക്കുന്നുള്ള കാര്യവും, ഏതൊക്കെ കമ്പനികൾക്ക് US പ്രൊഡക്ഷൻ കൂടുതലായിട്ടുണ്ട്, ഏതൊക്കെ കമ്പനികളാണ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോകളിൽ സംസാരിച്ചാണ്. ട്രംപ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് US പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മിക്കവാറും ഇന്ത്യൻ കമ്പനികൾ അവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് കാത്തിരിക്കാം വിദേശങ്ങളിൽ ഇതെങ്ങനെ വരുന്നുള്ള കാര്യം. ഇന്ത്യയും ഇപ്പം നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് US ആയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത്. ഇന്ന് പ്രധാനമായിട്ട് വീണ മറ്റൊരു സെക്ടർ മെറ്റൽ സെക്ടർ ആയിരുന്നു. ഏകദേശം 1.5%-ഓളം മെറ്റൽ സെക്ടറും ഡൗൺ ആയിരുന്നു. കഴിഞ്ഞ 4 സെക്ടറിലായിട്ട് ഏകദേശം 11%-ഓളം മെറ്റൽ സെക്ടർ വീണ് കഴിഞ്ഞു. മെറ്റൽ സെക്ടറിനെ പ്രധാനമായിട്ട് ബാധിക്കാനുള്ള ഒരു കാര്യം ട്രേഡ് വാറിൻ്റെ ഫിയറാണ്. കാരണം അമേരിക്ക ചൈനയ്ക്കെതിരെ താരിഫ് ഏർപ്പെടുത്തുന്നു, അതിനെതിരായിട്ട് ചൈനയും റിട്ടാലിയേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി മറ്റു രാജ്യങ്ങളും ഇതേ പാത പിന്തുടർന്നാൽ ഒരു ട്രേഡ് വാറിലേക്ക് ലോകം പോകാൻ സാധ്യതയുണ്ട്. അത് മിക്കവാറും ടോഡൗണിന് കാരണമായി മാറുകയും ഇതുപോലുള്ള സെക്ടറിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ഇത്രയൊക്കെ നെഗറ്റീവ് ന്യൂസിനിടയിലും നമ്മുടെ മാർക്കറ്റിനെ ഇത്രയെങ്കിലും പിടിച്ചിരുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് DISന്റെ പവർ കൊണ്ട് തന്നെയാണ്. ഈ 2025 അവർ ടോട്ടൽ ഏകദേശം 2 ലക്ഷം കോടിയോളം ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. അതേസമയത്ത് FIs ഏകദേശം 1.4 ലക്ഷം കോടിയോളം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. DISൽ പ്രധാനമായിട്ട് വരുന്നത് മ്യൂച്വൽ ഫണ്ട് സെക്ടർ തന്നെയാണ്. ഏകദേശം 1 ലക്ഷം കോടിയോളം മ്യൂച്വൽ ഫണ്ട് സെക്ടറിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ നിന്ന് ഏകദേശം 43,000 കോടിയോളം വന്നിട്ടുണ്ട്. ഇനി പുതിയ പെൻഷൻ സ്കീമുകളിൽ നിന്ന് ഏകദേശം 8,820 കോടിയോളം വന്നിട്ടുണ്ട് മാർക്കറ്റിലേക്ക്. 2024 DIS നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. 5.22 ലക്ഷം കോടിയോളം ഇന്ത്യൻ മാർക്കറ്റിൽ DIS ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. റീസെൻ്റായിട്ട് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ 36% വരുന്നത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലുമാണ്. ഇപ്പോൾ FISും DISും തമ്മിലുള്ള ഓണർഷിപ്പിലുള്ള ഡിഫറൻസ് ഏകദേശം 1.09% ആയിട്ട് താഴ്ന്നിട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് സൊമാറ്റോയുമായി ബന്ധപ്പെട്ടാണ്. സൊമാറ്റോ ഒഫീഷ്യലായിട്ട് അവരുടെ മെയിൻ കമ്പനിയുടെ പേര് എറ്റേണൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റിയിരുന്നു. ആ ഒരു പേര് മാറ്റം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു. സ്റ്റോക്ക് സിമ്പിൾ ഒഫീഷ്യലായിട്ട് സൊമാറ്റോയിൽ നിന്ന് എറ്റേണലായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു നെയിം ചേഞ്ചിനെ തുടർന്ന് രാവിലെ 2%-ഓളം സ്റ്റോക്ക് ഡൗൺ ആയിരുന്നെങ്കിലും പിന്നീട് റിക്കവർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. മറ്റൊരു ചെറിയ ന്യൂസ് സെൻകോ വേൾഡുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന Q4 റവന്യൂ ആണ് അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1,300 കോടിയുടെയാണ്. FY25 അവരുടെ ടോട്ടൽ റവന്യൂ 6,200 കോടി കടന്നു കഴിഞ്ഞു. ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുമ്പോൾ 19.4% ഉയർന്നിട്ടുണ്ട്.
ഡയമണ്ട് ജ്വല്ലറി സെയിൽസ് ഏകദേശം 39% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. അതുകൂടാതെ അവർ FY25 15 പുതിയ ഷോറൂംസ് ആഡ് ചെയ്തിട്ടുണ്ട്.